ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്നും രാവിലത്തെയും അതേപോലെ തന്നെ ഉച്ചക്കത്തെയൊക്കെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റൊക്കെ അല്ലേ കാണിക്കാറുള്ളത് സാധാരണ. അപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങൾക്ക് ഡിന്നറായിട്ട്, അതായത് രാത്രിക്കൊക്കെ കഴിക്കാനായിട്ട് പാസ്ത ആയിരുന്നു കേട്ടോ. അപ്പോൾ മക്രോണി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ കുറച്ച് ചിക്കനും ഉണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ അത് വെച്ചിട്ട് ഒരു പാസ്ത തയ്യാറാക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ പാസ്ത ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം. അപ്പോൾ ചിക്കൻ ഉണ്ടായിരുന്നു, ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ അത് തണുപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു മഗ്‌രിബ് കഴിഞ്ഞിട്ട് ആണ് പാസ്ത റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചിക്കൻ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. അതായത് എല്ലുള്ള കഷ്ണങ്ങളൊക്കെ കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ. അങ്ങനെ കറിക്ക് വേണ്ടിയിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പാസ്ത ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ പിന്നെ അങ്ങനെ അത് എല്ലുമെന്നൊക്കെ മാറ്റി എല്ലൊക്കെ ഒഴിവാക്കി കേട്ടോ. എന്നിട്ടത് നന്നായിട്ട് കഴുകി പിന്നെ മസാലയൊക്കെ തേച്ച് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ മക്രോണി എന്ത് ചെയ്തു, തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അത് നന്നായിട്ട് ഒന്നുകൂടിയും കഴുകി വെള്ളം തോരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ പാസ്ത റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ബട്ടർ ആഡ് ചെയ്ത് അതിലോട്ട് വെളുത്തുള്ളി ചെറുതായിട്ട് ഒന്ന് കുനുകുനി അരിഞ്ഞ് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു. പിന്നെ അതേപോലെ മൈദ, നമുക്ക് എത്ര ആണോ ക്രീം വേണ്ടത് അതിനനുസരിച്ച് മൈദയുടെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യുക. എന്നിട്ട് മൈദ ഇട്ടിട്ട് പിന്നെ മൈദ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം പാലൊഴിച്ച് കൊടുക്കുക കേട്ടോ. പാലൊഴിച്ചിട്ട് അതിൻ്റെ കട്ടകളൊക്കെ ഇങ്ങനെ ഉടച്ചുടച്ച് കൊടുക്കണം. അതിങ്ങനെ ഒന്ന് കുറുകി വരുമ്പോഴും അത് ഉടച്ചുടച്ച് കിട്ടും. പിന്നെ അതേപോലെ തന്നെ മറ്റേ അടുപ്പത്ത് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതും ഒരു സൈഡിൽ അങ്ങനെ ആവുന്നുണ്ട് കേട്ടോ. പിന്നെ അതാ മൈദ ജസ്റ്റ് ഇങ്ങനെ ഒരു കട്ടയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ഒന്ന് കയ്യിൽ വെച്ചൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ മൈദ ഇട്ടതിന് ശേഷം ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ അതിങ്ങനെ കുറുകി വരും. ആ സമയത്ത് നമ്മളിങ്ങനെ കുറച്ച് പാലിങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ അത് വീണ്ടും ലൂസാവും. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ തരികളൊക്കെ പോയിട്ട് ഇങ്ങനെ ഒന്ന് ക്രീമി അതുപോലെ കണ്ടോ, അതേപോലെ ക്രീമി ഒരു ടെക്സ്ചറിൽ വരും കേട്ടോ. പിന്നെ അതാ ഇവിടെ ഇളക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. ആദ്യം ലാമി ഒന്ന് ഇളക്കി, അത് കഴിഞ്ഞ് ഇപ്പോൾ അത് അക്കുവിൻ്റെ ടേണാണ്. അപ്പോൾ അവനൊരു പൂതി കണ്ടപ്പോൾ അക്കു ഒന്ന് ഇളക്കി റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ രണ്ടാളും കുറച്ച് സമയം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഇളക്കിക്കൊണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം ക്രീമൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മളെ അതായത് വേവിച്ചിട്ട് ഊറ്റി വെച്ചിട്ടുള്ള മക്രോണി അതിലോട്ട് തട്ടിക്കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ ക്രീമും അതേപോലെ തന്നെ മക്രോണിയും കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം. അപ്പോൾ മിക്സാക്കാനൊക്കെ ചോദിച്ചിട്ടൊന്നും തരുന്നില്ല കേട്ടോ. അവർക്ക് തന്നെ മിക്സ് ചെയ്യണം. ഏതായാലും ഒരു പൂതിയല്ലേ വെച്ചിട്ട് അവിടെ കൊടുത്തു. കാരണം കൈ വേദന എടുക്കുമ്പോൾ അവിടെ തന്നോളെന്ന് വിചാരിച്ചിട്ട് ഓരന്നെ അവിടെ മിക്സ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ഇതിന് ക്രീം വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഫ്രഷ് ക്രീം വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അത് ഉണ്ടെങ്കിൽ പിന്നെ ഭയങ്കര സിമ്പിളാണ്. ഇത്ര റിസ്ക്കും കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് തയ്യാറാക്കാം. പക്ഷേ ഞങ്ങളുടെ അടുത്ത് ക്രീമൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്നൊരു ചിക്കൻ ഇരിപ്പുണ്ട് ഫ്രിഡ്ജിൽ. അപ്പോൾ അങ്ങനെ പാസ്ത കഴിക്കാൻ ഒരാഗ്രഹം തോന്നിയപ്പോൾ എന്നാൽ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചതാണ്. അങ്ങനെ സെക്കൻഡ് ട്രിപ്പും ചിക്കൻ ഫ്രൈ ചെയ്തതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ചിക്കൻ ഫ്രൈ ചെയ്തത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതും കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം കേട്ടോ. പിന്നെ നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ പാസ്ത തയ്യാറാക്കുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണേ.
അപ്പോൾ അത് ആ ചിക്കൻ മൊത്തം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ നന്നായിട്ട് ഇതിലോട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോഴാണ് ഒരു നമ്മളെ ആ ക്രീമിൻ്റെയും ചിക്കൻ്റെയും ഒക്കെ ഒരു ടേസ്റ്റ് വരിക കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ആ ചെറിയ ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ, കാരണം എരിവ് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ, ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുന്നതുകൊണ്ട്. അപ്പോൾ കുറച്ചൊരു എരിവിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ, കുറച്ചുകൂടി ആകാമെന്ന് പറഞ്ഞു. ഏതായാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഓരോ പ്ലേറ്റിലേക്ക് ഇങ്ങനെ സെർവ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരുടെ അടുത്തും അങ്ങനെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത്. പിന്നെ തോന്നിയത് ഞാൻ പറഞ്ഞല്ലോ, കുറച്ചൊരു കുരുമുളക് പൊടിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു, ഒരു എരിവിൻ്റെ ഒരു കുറവ് മാത്രം ഉണ്ടായിരുന്നു കേട്ടോ. ബാക്കിയൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷെ എന്നാലും എരിവ് അധികം ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ, അതായത് ഇന്നലെ രാത്രിക്കത്തെ ഡിന്നറാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഡിന്നർ വിശേഷങ്ങൾ. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എല്ലാവരും കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ കുറച്ച് സമയം കള്ളനും പോലീസൊക്കെ കളിച്ചു. കള്ളനും പോലീസും നല്ല രസമാട്ടോ കളിക്കാൻ. ഇവക്ക് സത്യം പറഞ്ഞാലേ ലാമിക്ക് അങ്ങനെ കളി അറിയൂല. അപ്പോൾ ഓളിങ്ങനെ എല്ലാവരുടെ അടുത്തും പോയി കാണിക്കും ഞാൻ ഏതാണോ, പോലീസാണോ കള്ളനാണോ രാജാവാണോ എന്നുള്ളതൊക്കെ. അപ്പോൾ അതിങ്ങനെ കാണിച്ചു തരികയാണ്. അപ്പോൾ അത് മറ്റുള്ളവരിങ്ങനെ നോക്കിയിട്ട് അതിന് ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ അവൾക്ക് മനസ്സിലായി കളിയൊക്കെ. അപ്പോൾ പിന്നെ ഞങ്ങളുടെ അടുത്തൊക്കെ എൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഓളന്മാരുടെ അടുത്തൊക്കെ വന്ന് ചോദിക്കൽ തുടങ്ങി എന്താണ് സംഭവം എന്നുള്ളതൊക്കെ. അങ്ങനെ അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തപ്പോൾ പിന്നെ എൻ്റെ വീഡിയോൻ്റെ മുന്നിലൊക്കെ വന്ന് കാണിച്ചു തരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ രാത്രിയിലത്തെ വിശേഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.